കുംഭമാസത്തിലെ ഭരണി നാളമ്മയ്ക്ക് പൊൻപിറന്നാളിന് വേലയുണ്ട്. കുംഭമാസത്തിലെ ഭരണി നാളമ്മയ്ക്ക് പൊൻപിറന്നാളിന് വേലയുണ്ട്. തിരുവോണം നാൾ തൊട്ട് കൂറയിട്ടെട്ടാം നാൾ ചെറുകുന്നത്തമ്മയ്ക്ക് ഭരണി വേല. അമ്മേ ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ, കുണ്ടുവംപാടം ശ്രീ ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ 2026 ഫെബ്രുവരി 20, 1201 കുംഭം 8 വെള്ളിയാഴ്ച രാവിലെ 6:45 തുടങ്ങുന്ന ശുഭമുഹൂർത്തത്തിൽ ശ്രീ ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ കുട്ടൻ നമ്പൂതിരിപ്പാട് അവറുകളുടെ നേതൃത്വത്തിൽ ഭഗവതിയെ ബാലാലയത്തിൽ നിന്നും പണി കഴിപ്പിച്ച ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരുത്തുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ എല്ലാവരും പങ്കെടുക്കുക. അന്നേ ദിവസം പ്രസാദവൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്നവർ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. എല്ലാവരും ഫെബ്രുവരി 20, 21 വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ദേവീനാമത്തിൽ അറിയിക്കുന്നു. പൂർണേശ്വരി ആനന്ദദായിനി ആശ്രയമേകുന്നുരമ്മേ. കുണ്ടുവംപാടം ശ്രീ ചെറുകുന്നത്ത് ഭഗവതിയുടെ അനുഗ്രഹം തേടുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കാത്തിരുന്ന ആ പുണ്യനിമിഷം അരികിലെത്തിയിരിക്കുന്നു. പ്രാർത്ഥനാപൂർവം പണി കഴിപ്പിച്ച പുതിയ ശ്രീകോവിലിലേക്ക് നമ്മുടെ ജഗദീശ്വരി എഴുന്നള്ളുന്നു. 2026 ഫെബ്രുവരി 20, 1201 കുംഭം 8 വെള്ളിയാഴ്ച അന്ന് രാവിലെ 6:45 ആരംഭിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ കുട്ടൻ നമ്പൂതിരിപ്പാട് അവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവതിയെ ബാലാലയത്തിൽ നിന്നും നവീകരിച്ച ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരുത്തുന്നു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനും അമ്മയുടെ ചൈതന്യം നേരിട്ട് തൊഴുതു വണങ്ങുവാനും എല്ലാ ഭക്തജനങ്ങളെയും സവിനയം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ചെറുകുന്നത്തമ്മയ്ക്ക് നിറമാല ചാർത്തുവാൻ മകരത്രിസന്ധ്യകൾ വന്നണഞ്ഞു. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ഭക്തജനങ്ങൾക്കായി വിപുലമായ പ്രസാദവൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 20, 21 തീയതികളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന സവിശേഷമായ പൂജാതി കർമ്മങ്ങളിൽ എല്ലാ ഭക്തരും പങ്കുചേരുക. വിശേഷാൽ വഴിപാടുകൾ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ ക്ഷേത്ര കമ്മിറ്റിയുമായി എത്രയും വേഗം ബന്ധപ്പെടേണ്ടതാണ്. നന്മയും ഐശ്വര്യവും ചൊരിയുന്ന ഈ പുണ്യവേളയിൽ കുണ്ടുവംപാടം ശ്രീ ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 20, 21 തീയതികളിൽ നടക്കുന്ന ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.